കേരളത്തിലെ ഓണം വിപണി ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് വർഷം മുഴുവൻ പലതരം പൂക്കൾ മാത്രം കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഒരു മനോഹര ഗ്രാമത്തെ പരിചയപ്പെടാം. തേനി ജില്ലയിലുള്ള ഈ ഗ്രാമത്തിലെ പൂപ്പാടങ്ങൾ ഓണനാളുകളിലെ മലയാളിയുടെ പൂക്കളമാകാൻ തയ്യാറെടുക്കുകയാണ്. ഒരു വർഷമാകെ കേരളത്തിന് പൂക്കൾ സമ്മാനിക്കുന്ന ഒരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ, പള്ളവരയൻപട്ടി. ഇവിടുത്തെ ഭൂരിഭാഗം കർഷകരും പൂക്കൃഷിയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 40 വർഷമായി അവരത് തുടരുന്നു. ഓണക്കാലത്ത് അവിടുത്തെ പൂക്കളൊരുക്കിയ വസന്തത്തിന്റെ കാഴ്ചകൾ കണ്ട് മടങ്ങി വരാം. ജമന്തി, ചെണ്ടുമല്ലി, മുല്ലപ്പൂവ്, പാടാമല്ലി, റോസ്, അരളി, തുളസിച്ചെടി തുടങ്ങി കനകാംബരപ്പൂവ് വരെ പൂത്തു നിൽക്കുന്ന പാടങ്ങളാണ് പള്ളവരായൻപട്ടിയിലെ കാഴ്ച. അഞ്ചു തലമുറകളായി പൂക്കൃഷി മാത്രം ചെയ്തു വരുന്ന തമിഴ്നാട്ടിലെ ഗ്രാമമാണ് തേനി ജില്ലയിലെ ഉത്തമപാളയം താലൂക്കിലെ പള്ളവരായൻപട്ടി. കേരളത്തിലെ പൂവ്യാപാരം ലക്ഷ്യം വച്ചാണ് ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ പൂക്കൾ നിറയുന്നത്. ഓണക്കാലത്തിന് പുറമെ ശബരിമല സീസണിലും പള്ളവരായൻപട്ടിയിലെ കർഷകർക്ക് കൊയ്ത്താണ്. കേരളം, കർണാടകം, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ കൂടാതെ വിദേശങ്ങളിലേക്കും വിവിധ ഇനം പൂക്കൾ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നു. இந்த மல்லிகைப்பூ இருக்குல்ல, ஃபுல்லாக இதே மாதிரி அங்கிட்டு போனால் நிறைச்சிருக்கு. பல ஒரு 200 ஏக்கர் இருக்கு மல்லிகை, சாமந்தி. நான் 40 வருஷம் இதே தொழிலில் இருக்கோம். 40 வருஷம் இருக்கோம். 40 வருஷத்தில் இந்த வருஷம்தான் ரொம்ப பெயிലർ. ഗ്രാമവഴികളിലെ ഇരുവശത്തെയും കാഴ്ച നോക്കെത്താ ദൂരമുള്ള പൂപ്പാടങ്ങളാണ്. 500-ലേറെ കർഷകർ 1000 ഏക്കറിലധികം പള്ളവരായൻപട്ടിയിലെ പൂപ്പാടങ്ങളിൽ പൂക്കൃഷി ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം എங்கள் നാട്ടിൽ ഉള്ളത് ഒരു 500 ഏക്കറും പൂക്കൃഷി தான். பூக்கൃഷി குடமுள்ள சம்மங்கி இதுக்குன்னு உள்ள பூக்கൃഷിகள் தான். இது தொட்டு இங்கே நாங்கள் நட்டு வந்து கச்சவடம் செய்து கொண்டிருக்கோம். அந்த மார்க்கெட்டில் கொடுக்கும். തൊട്ട് അടുത്ത് കമ്പം ഉണ്ട്, സീലയംപെട്ടി, ബോഡി, 4 മാർക്കറ്റ് ഇത് ചുറ്റി ഉണ്ട്. എങ്കിൽ വില കൊഞ്ചം അധികം പോകുന്നത് അങ്ങ് കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കും. ആവണിന്നും തങ്ങൾ തമിഴിൽ പറയും. അവിടെ പറയുന്ന ഓഗസ്റ്റ് ജൂൺ മാസങ്ങൾ കൃഷി ചെയ്ത് ഇപ്പോൾ ഈ സമയം ഈ പൂക്കളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വയ്ക്കും. ഇപ്പോൾ ഇന്ന് 2-3 ദിവസം കഴിയുമ്പോൾ ഓണപരിപാടി, ഓണ സെലിബ്രേഷൻ ഉണ്ടെന്ന് ഓർത്തിന് കൃഷിക്കാരൊക്കെ നിൽക്കുക. അതിനായിട്ട് വില ഇച്ചിരി ഏതെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇപ്പോൾ ഇച്ചിരി വില കുറവാണ്. ഇപ്പോൾ 30 രൂപയേ ഉള്ളൂ. അതോ പോരാ, കൃഷിക്കാർക്ക് ആ വില പോരാ, നഷ്ടമാണ്. ഒരു 10, 40 രൂപ, 50 രൂപ വിൽക്കുവാണെങ്കിൽ ഇച്ചിരി രസപ്പെടും കൃഷിക്കാർ. അല്ലെങ്കിൽ കൃഷിക്കാർക്ക് നഷ്ടമായേ ഉണ്ടാവുള്ളൂ. പള്ളവരയൻപട്ടി എന്ന ഗ്രാമത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ് ഈ കാണുന്നത്. 100 കണക്കിന് കർഷകരാണ് അതിരാവിലെ എല്ലാ ദിവസവും ഇവിടെ എത്തി പൂക്കൾ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത്. ചെറുകിട കർഷകർക്കും വലിയ കർഷകരും പള്ളവരായൻപട്ടി മാർക്കറ്റിലെത്തിയാണ് വ്യാപാരം ചെയ്യുന്നത്. ചെണ്ടുമല്ലി 30 രൂപ, ജമന്തി 150 രൂപ, വാടാമല്ലിയാണെങ്കിൽ 120 രൂപ, മുല്ലപ്പൂവിന് 900 രൂപ എന്നിങ്ങനെയാണ് മാർക്കറ്റിലെ പൂവിൻ്റെ വില. പള്ളവരായൻപട്ടിയിലെ കർഷകരുടെ പ്രതീക്ഷകൾ അത്രയും കേരളത്തിലെ ഓണനാളുകളായ ഈ ആഴ്ചയാണ്. நல்ல விலை விற்கும். செண்டுப்பூ விலை இல்லை, இப்போதைக்கு விலை இல்லை. அடுத்து ஓணம் நெருங்க அடுத்து விலை கூடும். இன்னும் ஒரு வாரம், இன்னும் 2-3 நாள் விலை கூடிடும். ஆனால் ஓரளவுக்கு சுமாராக தான் இருக்கு. ஆனால் மழை தண்ணி இல்லாதனால ஓரளவுக்கு சுமாராக இருக்கு.
എല്ലായ്പ്പോഴും ഏറെ നിറമുള്ള കാഴ്ചയും അതിലേറെ സുഗന്ധപൂരിതവുമാണ് പല്ലവരായൻപട്ടി. MN നിതീഷിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം.